ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്തും നമുക്ക് വെയിലത്ത് ഭക്ഷണം ചൂടാറാതെ എത്തിക്കുന്നവരാണ് ഡെലിവറി ബോയ്കൾ. അവർക്ക് തണലൊരുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ കാണിക്കുന്ന മാതൃക എടുത്തു പറയേണ്ടതാണ്. UAE പിന്നാലെ ബഹ്റൈനും ഡെലിവറി ബോയ്കൾക്കായി വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും ചൂടാണ്. എങ്കിലും ചൂടോടെ നമുക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഓടുന്ന കുറച്ചധികം മനുഷ്യരുണ്ട് ഇങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ. ഫുഡ് ഡെലിവറി ഡ്രൈവേഴ്സ്. പൊരിവെയിലത്ത് ദാഹിച്ചു വലഞ്ഞ മിണ്ടാപ്രാണികൾക്കും മറ്റും വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന ഫുഡ് ഡെലിവറി ബോയ്സിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലം അത്രയും നമുക്ക് ഭക്ഷണം എത്തിച്ചു തരുന്ന അവരുടെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഓർഡറുകൾ ഓരോന്നും ശേഖരിച്ച് ഓരോ മേൽവിലാസങ്ങൾ തേടി ഓടുന്നവർ, വേനൽക്കാലത്തെ ഉച്ചവിശ്രമ നിയമത്തിന്റെ പോലും പരിധിയിൽപ്പെടാത്തവരാണവർ. അവരെക്കുറിച്ച് പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് കരുതലുണ്ട്. ആ കരുതലാണ് ഈ കാണുന്ന തണൽ. ബഹ്റൈനിൽ ആകമാനം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ശീതീകരിച്ച 12 റെസ്റ്റ് സ്റ്റേഷനുകളാണ് ഫുഡ് ഡെലിവറി ജീവനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയം ഓൺലൈൻ ഡെലിവറി കമ്പനിയായ തലബാത്തുമായി സഹകരിച്ചാണ് വിശ്രമ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഈ ചൂടത്ത് ഡെലിവറി ഡ്രൈവർമാർക്ക് വലിയ ആശ്വാസമാണിതെന്നുമാണ് ജീവനക്കാർ പറയുന്നത്. തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഗണിക്കാനും മനസ്സ് കാണിച്ചതിന് ബഹ്റൈൻ ഗവൺമെന്റിനോടും തലബാത്തിനോടും ഡെലിവറി ജീവനക്കാർ നന്ദി പറഞ്ഞു. Really, I feel fine. I really appreciate the Talabat for the good job they have did, because last year it was not easy. The weather was too hot, but with the facility that they have provided for the riders, at least sometimes when you are walking, you can come and rest. You take some cool water, and then you can also cool your mobile phone as well, because it's very hot. The weather is very, very hot this time. So we are really happy. We really appreciate. I will pray that as we work together to grow together, because we cannot grow by ourselves. We need to grow by to join so that we can grow together. The facilities, they are good. They are really good. Inside is very cool. They put AC, everything. There's cool water inside, so we really appreciate. കുടിവെള്ളവും വിശ്രമിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് റെസ്റ്റ് സ്റ്റേഷനുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ മാതൃകയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ये बहुत अच्छी हम लोग को फैसिलिटी मिली है. राइडर लोगों को बहुत गर्मी होती है इधर, तो ये मतलब गवर्नमेंट ने और हमारी जो मतलब है अपना कंपनी, उन लोगों ने बहुत अच्छी फैसिलिटी बनाई है. बहुत गर्म है, यहाँ आकर रेस्ट कर सकते हैं तलाबात के ऑल राइडर. ये जो फेयर लोकेशन में है, एक सीफ में भी है, तो ये बहुत अच्छा है. हम लोग इधर आके रेस्ट करते हैं, पानी शानी पीते हैं, मोबाइल चार्जिंग वगैरह कुछ रेस्ट करके फिर नेक्स्ट ऑर्डर कर सकते हैं. ഫുഡ് ഡെലിവറി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ചൂട് മൂലം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളും ഇതുമൂലം കുറയ്ക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് അധികൃതർ. നേരത്തെ UAEയിലും സമാനമായ മാതൃക തലബാത്തുമായി ചേർന്ന് ഭരണകൂടം നടപ്പിലാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ബഹ്റൈനിലും റെസ്റ്റ് സ്റ്റേഷനുകൾ ഒരുക്കാൻ തയ്യാറായി തൊഴിൽ മന്ത്രാലയം മുന്നോട്ട് വന്നത്. ഈ പൊള്ളുന്ന വെയിലത്തും നമ്മുടെ വിശപ്പകറ്റാനായി ഓടുന്നവർക്ക് തണലൊരുക്കി മാതൃകയാവുകയാണ് ബഹ്റൈൻ, ഈ ചെറിയ രാജ്യത്തിന്റെ വലിയ മാതൃക.